ഹായ്, ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ഈവനിങ് ആണ്. സമയം ഇപ്പം അയ്യോ 8 മണിയായി. എൻ്റെ മോപ്പഴാ ജിമ്മിന് പോയേ. ഹലോ, ഗുഡ് ഈവനിങ്. ഇവിടെ ഒരാളുണ്ട് എൻ്റെ അടുത്ത്. ഡെക്സ ബേബി, അമ്മയ്ക്ക് ഒരു ഉമ്മ വരുമോ? ഡെക്സ വാ, ഗുഡ് മോർണിംഗ് പറ, അല്ല ഗുഡ് ഈവനിങ് പറ. അമ്മയ്ക്ക് ഒരു ഉമ്മായോ? വായോ, ഉമ്മണ്ടാ? ഉമ്മത്താ. അയ്യോ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ടൊക്കെ ഇതൊക്കെ മതി. കഴിഞ്ഞു. അപ്പോൾ നമ്മളെ കുട്ടീൻ്റെ നല്ല ഗുണങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല ഗുണങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലെത്തിയോ? ഇന്ന് ശനിയാഴ്ചയില്ലേ, ലീവുള്ളവരുണ്ട് അവിടെ. കുറേ ആൾക്കാർക്ക് ലീവ് ഉണ്ടാവും, കുറച്ച് ആൾക്കാർക്ക് ലീവ് ഉണ്ടാവില്ല. നമ്മളെ മോനൊന്നും ലീവില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിച്ചുകൊണ്ട് നമ്മളെ വീഡിയോയിലേക്ക് പോവാം. എൻ്റെ കുട്ടികളൊക്കെ ഫുഡ് കഴിക്കാൻ നോക്കിയോ? സമയം 8 കേട്ടോ. 8 എല്ലാവരും ചപ്പാത്തിയും കറിയൊക്കെ കഴിച്ചോളൂ. നോലുമ്പാകുമ്പോൾ ചപ്പാത്തി കഴിക്കില്ല വീട്ടിലുണ്ടാവുക. നമ്മളെ സ്വാമിമാരൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഒരു നേരമല്ലേ അരിൻ്റെ ഭക്ഷണം കഴിക്കുള്ളൂ. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ഗോതമ്പത്തിൻ്റെ ഭക്ഷണം കഴിക്കുക അല്ലേ. വേറെ മിക്ക ആൾക്കാരും അങ്ങനെയാട്ടോ. പണ്ടുള്ളവരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഒക്കെ പുതുതലമുറ ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടേക്ക് അങ്ങനെ തന്നെ കേട്ടോ. ഇവിടെ പിന്നെ പൊതുവേ ചപ്പാത്തി വീടാത്. അയ്യോ, അപ്പോൾ എൻ്റെ കുട്ടികൾക്കൊക്കെ സുഖമാണെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കണേന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിട്ടും നമ്മളെ വീഡിയോയിലേക്ക് പോവാണ്. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുന്നേ എൻ്റെ കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഫോണ് കിടന്ന് നോക്കുമല്ലോ എല്ലാവരും. കണ്ണിൽ ഉറക്കം വരുന്നവരെ ഫോണാണല്ലേ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ. നമ്മളെ കുറ്റം പറഞ്ഞപ്പോൾ ഉണ്ണിയേട്ട നമ്മളിറങ്ങിയാലും ഉണ്ണിയേട്ട ഫോണിൽ മോദി വാർത്ത അതേ കാണും. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് നോക്കിക്കോളൂ കേട്ടാ. നമുക്കിന്ന് വാച്ച് അവറൊക്കെ കിട്ടിയിട്ടാ. അപ്പോൾ വാച്ചിങ് ടൈം. അപ്പോൾ പിന്നെന്താ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചിട്ട് നമ്മളെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ കഥയിലേക്ക് പോവായോ? അങ്ങനെ നമ്മളെന്താ പറഞ്ഞേ? അങ്ങനെ സാബു അങ്ങനെ കിടന്നിട്ടവന് കിടപ്പുമില്ല, ഇരുന്നിട്ടവന് ഇരിപ്പുമില്ല എന്നുള്ളൊരവസ്ഥയെ. പിന്നെ അപ്പോൾ പെണ്ണ് പോയോന്നറിയാൻ വേണ്ടി ഒന്ന് കിടക്കണോടത്ത് നീച്ച് വന്ന് കറക്റ്റ് അങ്ങനെ നീക്കി വെക്കും. അപ്പോൾ പെണ്ണ് പോയിക്കുന്നത്. പെണ്ണ് കുറേ പ്രാവശ്യം വന്നും പോയി കളിച്ചല്ലോ. അങ്ങനെ ആ റൂമിലേക്ക് തന്നെ വന്ന് ആ കട്ടിലിൽ അവിടെ ഇരിക്കും. അപ്പോൾ അവന് അവിടെയൊക്കെ ശാലിനിൻ്റെ സുഗന്ധം. എന്തിൻ്റെ സുഗന്ധാന്നറിയാമ്പോൾ കുട്ടിക്കോറയാണെന്നാണ് ശാലിനി പറഞ്ഞത്. അപ്പോൾ പറയും അതൊന്നുമല്ല, ശാലിനിൻ്റെ ഗന്ധമാണ് അവന് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവ ഇങ്ങനെ കിടന്നിട്ട് ശാലിനി എന്താ അപ്പോൾ പറഞ്ഞത്? പിന്നെ ശാലിനി സാബുവിൻ്റെ പെണ്ണാണെങ്കിൽ സാബു ശാലിനിനെ കാണാൻ വേണ്ടിയിട്ട് സുഗന്ധിയുടെ വീട്ടിലേക്ക് വരും. അവനാണെന്നുണ്ട് അതൊന്നും തീരെ താല്പര്യമില്ല. എന്ത് അടുത്ത വീട്ടിലേക്ക് എന്താ പരിപാടി ഉണ്ടെങ്കിൽ പോകും. അങ്ങനെയൊന്നും ചെറുപ്പം മുതലേ പോകില്ല. പിന്നെ പാലനാണ് അങ്ങനെയൊക്കെ പോവാം. അപ്പോൾ അങ്ങനെ അതിങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെ കിടന്നിട്ട് എൻ്റെ മനസ്സിൽ ശാലിനി പറഞ്ഞതും സാബുവിനോട് പറഞ്ഞതും ഇന്നത്തെ നോക്കി ഇരുന്നൂടെ എന്ന് പറഞ്ഞതും ശാലിനീൻ്റെ ആ വസ്തു പിടിപ്പിക്കുന്ന ഗന്ധവും എല്ലാം കൂടി ഓന് എന്താ പറയുക, ഒരു തരം ഇത്രയും കാലം അനുഭവിക്കാത്തൊരു പുതുമയുള്ളൊരു ഉന്മേഷം എന്തൊക്കെയോ അവന് വന്ന്. അപ്പോൾ അവന് സുഗന്ധിൻ്റെ വീട്ടിലേക്ക് പോകാൻ വയ്യ. ശാലിനി ചെല്ലാൻ പറഞ്ഞിരിക്കണേ. അപ്പോൾ ശാലിനിനെ കാണണമെന്നൊക്കെ അവന് തോന്നുന്നുണ്ട്. അങ്ങനെ അവൻ എന്ത് ചെയ്യും? അകത്തുനിന്ന് പുറത്ത് വന്ന് ഇങ്ങനെ നിൽക്കും. കുലായിൽ വന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ മുറ്റത്തിറങ്ങി സുഗന്ധിയുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അവിടെ ആരും പുറത്തൊന്നും കാണുന്നില്ല. എല്ലാവരും ഒച്ചയും വിളിയും സംസാരമൊക്കെ അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ കുലായിലുണ്ടാവും ഒരു ബെഞ്ചൊക്കെ ഉണ്ടാവും. അവിടെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ കാലാട്ട് ഇങ്ങനെ ഇരിക്കും, ആലോചിച്ചിങ്ങനെ ഇരിക്കും. അപ്പം ഉണ്ടാവും ഇവിടെ ബാലേട്ടൻ പണിയൊക്കെ കഴിഞ്ഞ് വന്നിക്കുന്നത്. അപ്പോൾ ഈ പോന്നടാ, ഞാനിന്ന് വൈകുന്നേരം വന്നേട്ടാ. എന്തേ വന്നേ? ഒന്നുമില്ല, നമ്മളെ അയൽവാസികളെ കല്യാണമൊക്കെ അല്ലേ. എങ്ങനെ അറിഞ്ഞു? അമ്മ പറഞ്ഞോ? അമ്മ പറഞ്ഞില്ലേ, അന്ന് വന്നപ്പോൾ നിശ്ചയമൊക്കെ അല്ലേനോ? അല്ല, ഡേറ്റ് എങ്ങനെ കൃത്യമായിട്ട് അറിഞ്ഞേ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെയാണ് എന്നറിയാം. ആണോ? അപ്പോൾ ഈ അങ്ങോട്ട് പോയില്ലേ? അവിടെ ഒന്ന് മുത്തപ്പനൊക്കെ കൊടുക്കലാണ്, അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞിനി. ഞാൻ പോയില്ല കേട്ടോ, എനിക്കെന്തോ പോലെ. എന്നാൽ ഞാൻ ഒന്ന് കുളിച്ചാട്ടെ, എനിക്കൊന്ന് അങ്ങോട്ട് പോകണമെന്ന് പറയാം. അങ്ങനെ
ഓൻ കുളിച്ച് ജപിച്ച് പോരാൻ പറയും അവനോട്. അപ്പോൾ പറയും ഞാൻ ലേട്ടാ ഏട്ടൻ പോയിക്കാന്ന് പറയും. അങ്ങനെ ബാല അങ്ങോട്ട് പോകും. പോകുമ്പോൾ അവൻ വിചാരിക്കും ഏട്ടനൊക്കെ എത്ര വേഗം കൊണ്ട് അടുത്ത വീട്ടിലെ പരിപാടിക്കൊക്കെ പോകാൻ പറ്റുന്നു, ഇവന് പോകാൻ പറ്റണില്ലല്ലോ. ഓനാണെങ്കിൽ ഷാലിനെ ഒന്ന് കാണും വേണം. ഷാലിയാണെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും അവിടെ മുത്തപ്പൻ എടുക്കലും ഒക്കെ കഴിഞ്ഞ് ചോറ് വിളമ്പിനെയും തിരിക്കൊക്കെ. അപ്പം മോറ്റ ഓടി വരും എച്ചിയെ വെച്ചിട്ട് മോൻ പഠിച്ചു കഴിഞ്ഞാൽ. അപ്പം പറയാം അവന് കടലൊക്കെ എടുത്തെടുക്കാൻ, അവന് കടലി മുത്തപ്പൻ്റെ കടലൊക്കെ കൊടുക്കും. അങ്ങനെ ഇവളെ മനസ്സിൽ സാബു വന്നേല വല്ലാത്ത സാധനം വരിയ്ക്ക്. ഇപ്പോൾ വരിയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാവും അവളെ പിന്നെ പാലേട്ടൻ കയറി വരുന്നത്. അപ്പോൾ അവളെ പാലേട്ടായിരിക്കും മോളുണ്ടേനി ഇവിടെ അയക്കും. അപ്പോൾ പറയാം പറയും ഏട്ടന്മാരൊന്നും വന്നില്ലേക്കും. ഇല്ല പാലേട്ടനിപ്പം അങ്ങോട്ട് കാണണേ ഇല്ല, കുറച്ച് തിരക്കൊക്കെ ഉണ്ട് ഇനി ശാലിനി, അതുകൊണ്ടാണ് പറയും. അപ്പോൾ അവളെ ഇങ്ങനെയൊക്കെ പറയും വല്ലട്ടെ സാബു വന്നില്ലേ ഇവിടേക്ക്? സാബു വന്നിട്ടുണ്ടല്ലോ ഒന്ന് ഇവിടേക്ക്, ഇപ്പോൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ അറിഞ്ഞ്. അല്ല ഇങ്ങോട്ട് വന്നില്ലേ? അവ എങ്ങനെയൊന്നും വരില്ല, ഞാൻ അവിടെ ഇരിക്കേണ്ട ഗുലാലി ഇരിക്കേണ്ടതെന്ന് പറയും. അപ്പോൾ പിന്നെ എല്ലാവരും പാലനെ സ്വീകരിച്ച് അപ്പോൾ കടലൊക്കെ തിന്ന് അപ്പോൾ കുഞ്ഞാവയ്ക്ക് ചോറ് കൊടുക്കാൻ പറയും. എല്ലാവരും ചോറ് തന്നായിരുന്നു. കുട്ടികളൊക്കെ വരിവരിക്ക് ഇരുത്തുമ്പോൾ വരുമ്പോളെ മറ്റന് ശാലിനി ആ പായയിൽ അവിടെ ഇരുത്തും. പായ അങ്ങനെ മടക്കിയിട്ട് എല്ലാ കുട്ടികളും നിരങ്ങിയാൽ അവിടെ ഇരുത്തി ചോറൊക്കെ കൊടുക്കും. അപ്പോൾ ശാലിനിയോട് പറയും ശാലിനി മുമ്പൊക്കെ കഴിക്കാറുണ്ട് സുഗന്ധി ഒരൊക്കെ പെൺകുട്ടികളെല്ലാവരും കൂടി കഴിക്കുമ്പോൾ ശാലിനിക്ക് തിന്നായിരിക്കാൻ സമാധാനിക്കായിട്ട് സാബു വരുമോ. അപ്പോൾ പിന്നെ ബാബേട്ടനൊക്കെ പന്തലൊക്കെ ചെറുങ്ങാനിട്ടുണ്ട്, പന്തലൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് പന്തലിട്ട് അവിടെ നിന്നൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം ഇവളകത്തുനിന്ന് ഒരിത്തിരി ചോറ് എങ്ങനെയോ കഴിച്ചില്ല എന്നുള്ള മട്ടത്തിൽ ഓള് വേഗം പുറത്ത് വന്നിക്കോട്ടെ. ഈ സാബു പിന്നെ വിരിയൊക്കെന്നുള്ളതിൽ അങ്ങനെ ഓളിങ്ങനെ അവിടുത്തെ കുലായിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാവും സാബു ഇങ്ങനെ നേരെ ഷർട്ടൊക്കെ ആ ഷർട്ട് തന്നെ ആയിക്കിട്ടുണ്ടാവും. നേരെ ഓരോ മുറ്റും കഴിഞ്ഞിട്ട് ശാലിൻ്റെ മുറ്റും കഴിഞ്ഞിട്ട് വേണം നേരെ പോകാൻ. അപ്പോൾ ഓൻ എന്ത് ചെയ്യും അവിടെ നിന്ന് മടുത്തു ഓൻ എന്ത് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് ഇറങ്ങി നടന്നിട്ട് സുഗന്ധീൻ്റെ അയിലേ ഇങ്ങനെ കുറച്ച് അകലെയാണ് ഉണ്ടാവും ഓരോ വഴി അങ്ങനെ. അപ്പോൾ പിന്നെ ശാലിനി കാണും സാബു പോണത്. അങ്ങനെ പോയി റോട്ടിലേക്ക് പോയി. അപ്പോഴേക്കും എന്തൊരു സാധനം അത് പോയിട്ടോ. അപ്പോൾ ഇവിടെ ഗുലായിൽ നിന്നിങ്ങനെ ഓളെ വീടിൻ്റെ അവിടേക്കൊക്കെ ചെരിഞ്ഞും പറഞ്ഞു നോക്കും. അപ്പോൾ അങ്ങനെ നേരെ പോയി. ഇനിയിപ്പോൾ ഈ രാത്രി ഇങ്ങോട്ടേക്കാണ് ഇരിക്കും പോയത്. എന്തൊക്കെയാട്ടെ പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ പോത്തിനോട് വേദം ഓതിയിട്ട് എന്താന്ന് പറഞ്ഞമാതിരി നമ്മളെ സാബുവിനോട് വേദം ഓതിയിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ മനസ്സിലാവും. അങ്ങനെ എല്ലാവരും ചോറൊക്കെ തിന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഓളച്ഛ അങ്ങോട്ട് വരും. ഓളച്ഛ അങ്ങോട്ട് വന്നത് എല്ലാവരും വർഷട്ടാ പിന്നെ അപ്പോൾ മുത്തപ്പനെ വെച്ച് പ്രസാദം ഉണ്ടെന്ന് പറഞ്ഞ് മുത്തപ്പനെ വെച്ചെടുത്ത കടലും. അപ്പോൾ വർഷട്ട വിളിച്ചൊക്കെ ആണ് വന്നിട്ടാ. അപ്പം നേരെ വൈകിയോ പിന്നെ നിൽക്കും. അപ്പോൾ പറയും മുത്തപ്പൻ എടുക്കൽ കഴിഞ്ഞാൽ പറയും ഞാൻ കട കൂട്ടി വരുമ്പോഴത്തേന് നേരം എന്നാലും ഇന്ന് ഇത്തിരി നേരത്തെ വന്നത് അതിൽ പങ്കെടുക്കാൻ വിചാരിച്ചിട്ട് എന്നൊക്കെ പറയും. അങ്ങനെ കടലും കള്ളും ഒക്കെ മേടിച്ച് ചോറ് തിന്നാൻ പറയാം. അപ്പോൾ പറയും വേണ്ട ചോറ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പം മക്കളറിയാം സുഗന്ധി എന്താ വർഷിക്ക അവിടെ നിന്ന് രേഷൻ ചോറുന്നു മോളെ ഇനി നാളെ മറ്റന്നാളൊക്കെ അല്ലേ 2 ദിവസം ഇപ്പോൾ ഇവിടെ തന്നെയാണ്. അപ്പം അവിടെ ഫുഡൊന്നും വെക്കൂല. അപ്പം അവിടെ വെച്ച ചോറൊക്കെ വേസ്റ്റാവും. ഇപ്പോൾ ഇവിടെ ഉള്ളവർക്ക് കൊടുക്കരുതെന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ അവർ പോവാൻ നിൽക്കാം. അപ്പോൾ പിന്നെ ജാനിയേച്ചിൻ്റെ ഒരു ടിഫിൻ പാത്രത്തിൽ കുറച്ച് കറി ചിക്കൻ കറിക്ക് അവിടെ വെച്ചിട്ടുണ്ടാവാം. ചിക്കനൊക്കെ എപ്പോഴെങ്കിലും വെക്കുള്ളൂ, ഇങ്ങനെ കണ്ട പരിപാടിക്കൊക്കെ വെക്കുള്ളൂ. നമ്മളിപ്പോൾ ഇന്നും ചിക്കൻ തിന്നണമായിരുന്നു, ചിക്കൻ കഴിക്കൂല. അപ്പോൾ ടിഫിൻ പാത്രത്തിൽ കറിയൊക്കെ എന്താ വെച്ചാൽ ശാലിൻ്റെ വീട്ടിൽ എന്തുണ്ടാക്കിയാലും ഉഷ പിന്നെ ജാനിയേച്ചിൻ്റെ വീട്ടിലേക്ക് കൊടുക്കും. അപ്പോൾ മുള ഇത് കൊണ്ടുപോയിക്കും അറിയുന്നിട്ട് മുത്തപ്പൻ്റെ കടലൊക്കെ പ്രസാദം കൊടുക്കും. അങ്ങനെ അവളത് മേടിച്ച് അച്ഛൻ്റെ കൂടെ അങ്ങനെ പോരും. മനല്ല മനസ്സോടെ പോന്നിട്ട് പിന്നെ അവൾ എന്ത് ചെയ്യുന്നറിയാം ഏട്ടന്മാരൊക്കെ ചോറുന്നുമ്പോൾ ഏട്ടന്മാർക്കൊക്കെ വിളമ്പിയൊക്കെ കൊടുത്ത് അവൾ ഉമ്മർ തന്നെ നിൽക്കുക മറ്റേ ആൾ തിരിച്ചു പോകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾ കുറേ അവിടെ ഇരിക്കുക. അങ്ങനെ ഏട്ടന്മാരൊക്കെ ചോറുന്ന് ഇവളോരോ സംസാരിച്ചൊക്കെ നിന്ന് കഴിഞ്ഞ് അപ്പം പിന്നെ അവൾ പാത്രങ്ങളൊക്കെ എടുത്തേക്കാനൊക്കെ പോയി. അതൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ അവൾ നോക്കിയിട്ട് കാണില്ല. അപ്പോഴേക്കും പോയി ഉണ്ടാവും. ഞാൻ കാണാനായിട്ടേക്കും കുറേ സമയക്കായി. അങ്ങനെ ഇവളകത്തേക്ക് പോയതാക്കിയിട്ട് അകത്തേക്ക് പോയി മോറ്റേച്ചേ വാ നമുക്ക് കിടക്കാന്നൊക്കെ പറഞ്ഞു. ഈ കിടന്നടാന്നൊക്കെ പറഞ്ഞു. അവനൊരു തല്ലിയോ കിടക്കാനൊക്കെ വിളിക്കുക. അങ്ങനെ പിന്നെ നിലത്ത് പായിട്ടിട്ടാണ് ഐറ്റിങ്ങൾ കിടക്കുക. അച്ഛനും അമ്മയ്ക്കും കട്ടിലുണ്ട്. എന്നാലും മോറ്റ എന്ത് ചെയ്യും അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് കയറി കിടക്കും. അങ്ങനെ ശാലിനിയൊക്കെ പായൊക്കെ വിരിച്ച് തലനൊക്കെ ഇട്ട് പിന്നെ ഇങ്ങനെ കിടക്കും. കിടന്നാൽ പിന്നെ ഏട്ടന്മാരൊക്കെ കുലായിലുണ്ടാവും. അപ്പോൾ കുറച്ച് കഴിഞ്ഞാലുണ്ടാവും
കുലായിന്ന് സംസാരം കേൾക്കണം. നമ്മളെ സാപ്പുമ്പോൾ വരുന്ന വയ്ക്കുന്നത് നേരെ ശാലിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് വരും. അപ്പോൾ വാസേട്ടുണ്ടാവും കുലായി. ആ സാബു എപ്പോൾ വന്നേ? ഞാൻ ഇന്ന് വൈകുന്നേരം വന്ന് വാസേട്ടാന്നറിയാം. അപ്പോൾ ആണോ കല്യാണ പരിപാടിക്കായിട്ട് വന്നതായിരിക്കില്ലേ? ആ കല്യാണമൊക്കെ ആയിട്ട് വരാൻ പറഞ്ഞപ്പോൾ വന്നതാണെന്നറിയാം. ആരും വിളിച്ചില്ല, ശാലിനി അവനെ വിളിച്ച്. അപ്പോൾ പിന്നെ എന്തൊക്കെയാ അപ്പോൾ പരിപാടി? പിന്നെ എങ്ങനെ ജോലിയൊക്കെ? ആ ജോലിയൊക്കെ സുഖമാണ്. ഇപ്പം എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ ഇപ്പോൾ പണിക്ക് ആളെയൊക്കെ മാമ വെച്ച് എനിക്ക് ആ കണക്കും കാര്യങ്ങളൊക്കെ ലോറിയിൽ മരം കയറ്റണതും പൈസൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. വേറെ ഭാരമുള്ളപ്പോൾ പണികളൊന്നുമില്ല. അപ്പം മാമൻ്റെ ബിസിനസ്സൊക്കെ പുരോഗമിക്കുന്നുണ്ടല്ലേ? ആ നല്ല പുരോഗമനമൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ അതിൻ്റേതായ ശമ്പളമൊക്കെ സാബുവിന് തരുന്ന ആ ഉണ്ട്. മാമ നല്ല പൈസയൊക്കെ തരുന്നുണ്ട്. അതല്ലേ ഞാൻ അവിടെ പിടിച്ച് നിൽക്കണമെന്നൊക്കെ പറയും. ഇങ്ങനെ സംസാരിച്ചിട്ടും നമ്മളെ ശാലിനി അറിയില്ല സാബു പിന്നെ മുറ്റത്ത് വന്നത്. അപ്പോൾ പിന്നെ ബാബയുടെ മുഖമൊക്കെ തുടച്ച് വന്ന് കുലായിലേക്ക് വന്ന സാബുവിനെ അപ്പോൾ സാബു എന്താ പിന്നെ മുറ്റത്തിരിക്കണേ? കയറിയിരിക്കുന്നറിയും. എന്ന് വന്നതെന്നൊക്കെ ചോദിക്കും. അപ്പടി ഇവള് സാബു എന്ന് വെച്ചാൽ കേട്ടവണ്ണം അവളൊരു ചെറിയ അടുത്ത് കേൾക്കും. അപ്പടി ഇവള് കിടക്കാൻ ഒക്കെ വെച്ചിട്ടല്ലോ അവള് വേഗം വന്നങ്ങാണ്ട് എണീച്ച് വരും. എണീച്ച് വന്നാലിൻ്റെ സാബു മുറ്റത്ത് ഒക്കെ എന്തോ ഒരു സന്തോഷം തോന്നും. അവളെന്നിട്ട് ഓനങ്ങനെ നോക്കുക. അപ്പോൾ ഇടയ്ക്ക് അവളെന്ന് നോക്കുക. അപ്പോൾ പിന്നെ ഏട്ടന്മാരിങ്ങനെ ഓരോ സംസാരിക്കുന്നില്ല. വേണു ചോദിക്കില്ല കേട്ടോ. വേണുവിന് ഓന് ചെറുതിലും ഇഷ്ടമില്ല. വേണു കണ്ട ആ എന്തെങ്കിലും വെച്ചിങ്ങനെ വേണു വേഗത്തേക്കും ബാബുവാണ് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. സാബു കയറി ഇരിക്കി. അപ്പോൾ പറയും ഇല്ല ഇരിക്കില്ല. പിന്നെ ഞാൻ വെറുതെ അങ്ങനെ ഇതിലെ കയറി വരുന്ന വഴിക്ക് ഞാൻ ഇവിടെ നിങ്ങളെ കണ്ടപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. പിന്നെ മുത്തപ്പൻ എടുക്കണടുത്ത് പോയില്ലേ? ഇല്ല ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. അപ്പടി ശാലിനി എന്ത് ചെയ്യും? മുത്തപ്പനെടുത്ത പ്രസാദം ഉണ്ടാവും ആ മേശപ്പുറത്ത്. ഒരു കുലായിലാണ് ഭക്ഷണമൊക്കെ കഴിക്കുക. അവർ ചിക്കൻ കറിയൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവളെന്ത് ചെയ്യും? ആ പ്രസാദം എടുത്തിട്ട് സാബുവിന് കൊടുക്കും. എന്നാൽ സാബു അവിടുത്തെ പ്രസാദമാണെന്ന് പറയും. അപ്പോൾ അത് മേടിക്കും. അത് മേടിച്ചിട്ട് ഇങ്ങനെ കഴിക്കും. അതിലെ തേങ്ങാക്കൊത്തൊക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചും കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ വസിട്ട് പറയും സാബു വേണേ രേഷം ഇവിടെ നിന്ന് ചോറ് കഴിച്ചാൽ ചോറൊക്കെ ഉണ്ട്. അല്ല അവിടെ ചോറൊക്കെ അമ്മ വെച്ചിട്ടുണ്ട്. പിന്നെ ഇരിക്കുന്നില്ല. ഇല്ല ഇരിക്കില്ല. എന്നാൽ ശരി ഞാൻ പോട്ടെ എന്നൊക്കെ. അപ്പോൾ പോവാ. ആ എന്നാൽ ശരി എന്ന് പറയും. അപ്പോൾ ശാലിനി ഇങ്ങനെ നോക്കി വയ്ക്കിട്ടോ. അപ്പോൾ നോക്കിയിട്ട് ശാലിനി എന്നാൽ ശരി പോട്ടെ അറിയാം. അപ്പോൾ ആ എന്ന് പറഞ്ഞാൽ അവനങ്ങോട്ട് പോയപ്പോഴേ ഓള് വേഗം പോയിട്ട് പായെ കിടന്ന് പൊട്ടപ്പൊട്ട് മൂടിയിട്ട് കിടന്നിട്ടില്ലേ. ഓളെ മനസ്സിൻ്റെ ഉള്ളിൽ പൂക്കാലാണ്. എന്തെന്നില്ലാത്ത പൂക്കാലം വന്ന മാതിരിക്ക്. കാരണം വെച്ചാൽ അവള് പറഞ്ഞല്ലോ സാബുവിൻ്റെ പെണ്ണ് ഞാനാണെന്നുണ്ട് സാബുവിനെ കാണാൻ വരുന്നു, സുഗന്ധീൻ്റെ വീട്ടിലേക്ക് വരുന്നു. പക്ഷെ സുഗന്ധീൻ്റെ വീട്ടിലേക്ക് വന്നില്ല. ഓളെ വീട്ടിൽ വന്ന് ശാലിനെ കണ്ട്. അപ്പോൾ അവൾ ഇരിക്കണം സുഗന്ധീൻ്റെ വീട്ടിൽ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കണ്ട്. ഇതാണ് സാബു നേരെ വന്ന് കണ്ട്. അപ്പോൾ മനസ്സ് പറയും ഇതാണ് സാബു, ഈ സാബുവിനെ ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഓളെ മനസ്സിലിരിക്കുക ഓ എന്തോ ഒരു നല്ല പൗരുഷമുള്ള ചെക്കനാണ് സാബു എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നും പറയണ്ട. അവൾക്ക് ഉറക്കം വന്നില്ല. സാബുവിനാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് ഉറക്കം വരാത്തൊരു ഇതായിപ്പോയി. എന്താ എനിക്കിങ്ങനെ തിരിഞ്ഞു മറിഞ്ഞിട്ടൊന്നും ഉറക്കം വരില്ല. എപ്പോഴോ കിടന്ന് ഉറങ്ങി ഇത്ര തന്നെ. അങ്ങനെ സലിമോൾ ഉറങ്ങി. അപ്പോൾ ഇത്ര പോരെ കുറേശ്ശെ പറയാമേ. അപ്പോൾ ഇന്നത്തെ കഥ ഇവിടെ നിർത്താൻ. ബാക്കി ഭാഗം നാളെ. അപ്പോൾ അവളെ സാബുമോൻ വന്ന് അവളെ കണ്ടുപോയി. അവർ രണ്ടാളെ രാത്രികളും നല്ല സ്വപ്നത്തിൻ്റെ പർദീസ വിരിച്ച രാത്രിയായിരുന്നു ശാലിനിക്ക്. ശാലിനി എന്നോ കുഞ്ഞില് മുതൽ സ്വപ്നം കാണുന്നതാണ് സാബുവിന് അങ്ങനത്തെ സ്വപ്നങ്ങളൊന്നുമില്ല ഇനി. പക്ഷെ സാബുവിന് എന്തോ ഒരു എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയോടുകൂടി അവന് നേരെ വെളുപ്പിക്കുന്നു. അപ്പം നമ്മളെ കഥ നമ്മളിവിടെ ചുരുക്കല്ല ഇന്നത്തേക്ക് ചുരുക്കുന്നു. ഇനി നാളെ കഥയായിട്ട് വരാം. അപ്പം എല്ലാവർക്കും സുഖ നിദ്ര പറഞ്ഞുകൊണ്ട് നമ്മൾ ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പം ടാറ്റാ ലവ് യു. ഉണ്ടോ ഇനി പച്ചറ ഉണ്ടാക്കണ ചക്ക ചവിട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോവാം. ഇവിടെ ചെക്കതാണ് ചവിട്ടിക്ക് തലമുടി ചവിട്ടി കൊണ്ട് തന്നോന്നേ. ചവിട്ടി ഓന് വേണമല്ലോ.